നമസ്കാരം, ഞാൻ റോബിൻ അലക്സാണ്ടർ. അമേരിക്കയുടെ ഓരോ സൈനിക നീക്കവും ആകാശത്തിലെ റഷ്യൻ സാറ്റലൈറ്റുകൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നേരെ എത്തുന്നത് ഇറാന്റെ മിസൈൽ യൂണിറ്റുകളിലേക്കാണ്. ലോകം ഇപ്പോൾ കാണുന്നത് യുദ്ധത്തിന്റെ ചെറിയ ഭാഗം മാത്രമായിരിക്കാം. കാരണം യഥാർത്ഥ യുദ്ധം നടക്കുന്നത് ഭൂമിയിലല്ല, ആകാശത്തും രഹസ്യ വിവരങ്ങളിലുമാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. റഷ്യയും ഇറാനും ചേർന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും കുടുക്കാൻ ഒരു വലിയ കളി കളിക്കുകയാണോ? അത് ശരിയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളായിരിക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വേഗത്തിൽ മാറുകയാണ്. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം ശക്തമാക്കുന്നു. അമേരിക്ക ഇറാനെതിരെ സമ്മർദ്ദം കൂട്ടുന്നു. ഇതിനിടെയാണ് മുൻ CIA ഉദ്യോഗസ്ഥൻ ഡാൻ ഹോഫ്മാൻ പുറത്തുവിട്ട ചില വിവരങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അമേരിക്കയുടെ ചില രഹസ്യ ഓപ്പറേഷനുകൾ വഴി ഇറാന്റെ സൈനിക നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇറാൻ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഇത് പുതിയൊരു തന്ത്രമല്ല. ശീതയുദ്ധകാലത്ത് റഷ്യയും അമേരിക്കയും നേരിട്ട് യുദ്ധം ചെയ്തിരുന്നില്ല. പകരം മറ്റുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചാണ് അവർ യുദ്ധം നടത്തിയത്. ഇതിനെയാണ് പ്രോക്സി വോർ എന്ന് വിളിക്കുന്നത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് അതുപോലൊരു കളിയായിരിക്കാം. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നത് മറ്റൊരു കാരണത്താലാണ്. ഈ യുദ്ധം ഇപ്പോൾ വെറും മിസൈൽ ആക്രമണമല്ല, ഇത് ഒരു വലിയ അന്താരാഷ്ട്ര കൂട്ടുകെട്ടായി മാറുകയാണ്. ആദ്യ ലെയർ, ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് ആയിരക്കണക്കിന് ഡ്രോണുകൾ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നു. രണ്ടാമത്തെ ലെയർ, റഷ്യ തങ്ങളുടെ സാറ്റലൈറ്റ് ഇന്റലിജൻസ് ഇറാനുമായി പങ്കിടുന്നു. മൂന്നാമത്തെ ലെയർ, ഇതിന് പകരമായി റഷ്യയിൽ ഇറാൻ ഡ്രോൺ ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. ഇത് കേവലം ഇസ്രായേൽ ഇറാൻ സംഘർഷമല്ല, ഇത് ഗൾഫ് മേഖലയെ മുഴുവൻ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു വലിയ നീക്കമായിരിക്കാം. ഇവിടെയാണ് മലയാളികൾക്ക് ഈ വാർത്ത വളരെ പ്രധാനമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലി ചെയ്യുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ മലയാളി ഇന്ന് ഈ വാർത്ത കേട്ടാൽ അവൻ ചിന്തിക്കുന്ന ഒരു ചോദ്യം മാത്രമാകും: നാളെ ഞാൻ വീട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ? കാരണം ഗൾഫ് സുരക്ഷിതമല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ പോലും ബാധിക്കാം. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു: എന്തിനാണ് റഷ്യ ഇപ്പോൾ ഇറാനെ സഹായിക്കുന്നത്? ഇത് വെറും സൗഹൃദമല്ല. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാന്റെ ഡ്രോണുകൾ അത്യാവശ്യമാണ്. അതിന് പകരമായി റഷ്യ നൽകുന്നത് അവരുടെ ഏറ്റവും വലിയ ആയുധമാണ്: ഇന്റലിജൻസ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ എവിടെയാണ്, വിമാനവാഹിനി കപ്പലുകൾ എവിടെയാണ് എന്ന വിവരങ്ങൾ ലഭിച്ചാൽ ഇറാന്റെ ആക്രമണങ്ങൾ കൂടുതൽ കൃത്യമായിരിക്കും. പക്ഷേ ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇപ്പോഴാണ് വരുന്നത്. ഇത് വെറും റഷ്യയും ഇറാനും മാത്രമല്ല. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കൂട്ടുകെട്ടിൽ മറ്റൊരു ശക്തിയുമുണ്ടെന്നാണ്: ചൈനയും വടക്കൻ കൊറിയയും. മുൻ CIA ഉദ്യോഗസ്ഥൻ ഡാൻ ഹോഫ്മാൻ ഇതിനെ വിളിച്ചത് ആക്സിസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്സ്, അതായത് സ്വേച്ഛാധിപതികളുടെ ഒരു കൂട്ടുകെട്ട്. ഇതിനിടയിൽ മറ്റൊരു രഹസ്യവും പുറത്തു വന്നിട്ടുണ്ട്. പലരും കരുതുന്നത് അമേരിക്ക ഇറാന്റെ മിസൈൽ ശക്തി തകർത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷേ യഥാർത്ഥ കഥ ഇവിടെ തുടങ്ങുന്നു. ഇറാൻ വർഷങ്ങളായി നിർമ്മിച്ച അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഭൂമിയുടെ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ താവളങ്ങൾ തകർക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കും? രണ്ട് സാധ്യതകളാണ് വിദഗ്ധർ പറയുന്നത്. ഒന്ന്, ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു പുതിയ കരാറുണ്ടാകാം. രണ്ട്, സംഘർഷം വലുതായി ഒരു വലിയ സൈനിക യുദ്ധത്തിലേക്ക് മാറാം. അത് സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ കുലുങ്ങിപ്പോകും. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്: ലോക പ്രശ്നങ്ങളുടെ കാരണം അമേരിക്കയുടെ ഇടപെടലുകളാണോ? അല്ലെങ്കിൽ റഷ്യയും ഇറാനും ചേർന്നുള്ള ഈ കൂട്ടുകെട്ടാണോ ലോക സമാധാനത്തിന് വലിയ ഭീഷണി? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. യുദ്ധങ്ങൾ പലപ്പോഴും ഒരു ദിവസം കൊണ്ട് ആരംഭിക്കാറില്ല, അത് പതുക്കെ നിശബ്ദമായി വളരും. ഇപ്പോൾ ലോകം കാണുന്നത് അത്തരമൊരു നിമിഷമായിരിക്കാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ നിർണായകമായേക്കാം.